ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന കുപ്രസിദ്ധനായ ലൈംഗിക കുറ്റവാളിയുടെ ജീവിതം. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ ലൈംഗിക കുറ്റവാളിയെക്കുറിച്ച് മാധ്യമങ്ങൾ മത്സരിച്ചെഴുതുന്നു. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അരാജകത്വം നിറഞ്ഞിരുന്ന ജീവിതത്തിന് ഉടമയായ ജെഫ്രി എപ്സ്റ്റീനെ ഒരു വ്യക്തിയുടെ മാത്രം അധാർമികമായ ജീവിതം ഒരു വലിയ പ്രശ്നമായി ഉയർത്തിയാണ് ഇന്ന് ചർച്ചകൾ ഏറിയ പങ്കും നടക്കുന്നത്. എന്നാൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കുറ്റകൃത്യങ്ങളിൽ ഒതുങ്ങുന്ന വിഷയമായി ഇതിനെ കാണാൻ കഴിയില്ല. ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഭീകരവും ജീർണവുമായ മുഖമാണ് ഇതിൽ തെളിഞ്ഞു വരുന്നത്. അമേരിക്കയുടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന നീതിന്യായ സംവിധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മങ്ങിയ ഇരുണ്ട മുഖവും ഇതിൽ ദൃശ്യമാകുന്നു. എങ്ങനെയാണ് ഇത്രയും ദീർഘമായ വർഷങ്ങളിൽ ഇത്രയധികം പെൺകുട്ടികളെയും സ്ത്രീകളെയും മറ്റ് വ്യക്തികളെയും കൊടും ക്രൂരതകൾക്ക് ഇരയാക്കാൻ ഈ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും കഴിഞ്ഞത്? 2005 എപ്സ്റ്റീനെതിരെ പരാതികൾ ഉയർന്നു വന്നതെന്ന് അമേരിക്കൻ നീതിന്യായ രേഖകൾ പറയുന്നു. 2005 അമേരിക്കയിൽ ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ളൊരു സ്ത്രീ തൻ്റെ 14 വയസ്സുള്ള മകളെ ജെഫ്രി എപ്സ്റ്റീൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതി നൽകി. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 12ഓളം സമാനമായ സംഭവങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽ വരികയും എപ്സ്റ്റീൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ വളരെ വിചിത്രമായ ഒരു വിചാരണയ്ക്കാണ് അന്ന് അമേരിക്ക സാക്ഷ്യം വഹിച്ചത്. ജോർജ് ബുഷ് പ്രസിഡൻ്റായിരുന്ന അമേരിക്കയിൽ അതിശക്തരായ അഭിഭാഷകർ എപ്സ്റ്റീനു വേണ്ടി അണിനിരക്കുകയും അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയ കുറ്റം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ള ഒരു കുറ്റം ചുമത്തി 13 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ഈ 13 മാസത്തെ തടവ് ശിക്ഷ എന്ന് പറയുന്നത് വളരെ അതിലേറെ നിസ്സാരമായ ഒരു തടവിനാണ് അദ്ദേഹത്തെ വിധേയനാക്കിയത്. ഈ 13 മാസത്തിന് ശേഷം എപ്സ്റ്റീൻ ജയിൽ വിമോചിതനാവുകയും തൻ്റെ ക്രൂരകൃത്യങ്ങൾ അവരാമം തുടരുകയും ചെയ്തു. അന്ന് മാത്രമേ ഒത്തുതീർപ്പുണ്ടാക്കി ഈ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വിചാരണയ്ക്ക് സാധ്യമല്ലെന്നുള്ള. എന്നാൽ 2018 ആയപ്പോഴേക്കും കൂടുതൽ ഇരകൾ ധൈര്യം സംഭരിച്ചു പരാതിയുമായി രംഗത്ത് വന്നു. അങ്ങനെയുള്ള അന്വേഷണത്തെ തുടർന്ന് 2019 വീണ്ടും അറസ്റ്റിലാവുകയും വിചാരണ തുടങ്ങും മുമ്പ് ജയിലിൽ വെച്ച് അന്ത്യം സംഭവിക്കുകയും ചെയ്തു. ആത്മഹത്യയാണെന്ന ആണ് അമേരിക്കൻ നീതിന്യായ വകുപ്പിൻ്റെ വാദം. എന്തായാലും ഇപ്പോൾ അന്നത്തെ എപ്സ്റ്റീൻ പങ്കാളിയായ ക്രൂരകൃത്യങ്ങളുടെ അതിൻ്റെ തോത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നമുക്കിന്ന് ലഭ്യമായ വിവരങ്ങൾ ജെഫ്രി എപ്സ്റ്റീനും കൂട്ടാളികളും നടത്തിയ ഇൻ്റർനെറ്റിൽ ഇമെയിൽ വഴിയും അല്ലാതെ നടത്തിയ ആശയവിനിമയങ്ങളുടെ പലതും ഇന്ന് ലഭ്യമാണ്. എന്നാൽ ഇതിൽ തന്നെ പറയുമ്പോൾ ഇതിൽ പല വിവരങ്ങളും മൂടിവെച്ചെന്നാണ് ആരോപണം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തൻ്റെ അധികാരം ഉപയോഗിച്ച് എപ്സ്റ്റീനും പ്രമുഖരായ വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പല വിവരങ്ങളും മൂടിവെച്ചു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കൾ, ബിസിനസ് നേതാക്കൾ, പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് ഭരണ സംവിധാനങ്ങളുടെയായ പ്രമുഖർ ഇവരെല്ലാം ഇദ്ദേഹം ഉടമസ്ഥനായിരുന്ന കൊച്ചു ദ്വീപിൽ പോയി ഈ കുറ്റകൃത്യങ്ങളിലെല്ലാം പങ്കാളിയായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ പ്രസിഡന്റ് ട്രംപിൻ്റെ കാലിൽ വീണ പലരെയും അദ്ദേഹം പലരുടെയും വിവരങ്ങൾ അമേരിക്കൻ ഭരണകൂടം ഇടപെട്ട് ഇപ്പോഴും മൂടി വച്ചിരിക്കുന്നതായും ആരോപണമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നും പല പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. വ്യവസായിയായ അനിൽ അംബാനിയുടെയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ ഹർദീപ് പുരിയുടെയും. അംബാനിയുടെ ഇമെയിലിൽ അദ്ദേഹം അങ്ങോട്ട് അവകാശപ്പെടുന്നതായി പറയുന്നത് ഇന്ത്യൻ ഭരണ നേതൃത്വം അമേരിക്ക സന്ദർശിക്കുമ്പോൾ ട്രംപിൻ്റെ ചില അടുത്ത ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഇടനില അംബാനിയോട് ആവശ്യപ്പെട്ടതായുള്ള അവകാശവാദമാണ് ഈ രേഖകൾ ലഭ്യമാവുന്നത്. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ ഇത് കൃത്യമായി അംബാനിയോട് ഈ വിഷയത്തിൽ ഇങ്ങനൊരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഹർദീപ് പുരിയുടെ കാര്യം വരുമ്പോൾ ഇത് തന്നെയാണ്. ഹർദീപ് പുരിയും എപ്സ്റ്റീനും തമ്മിലുള്ള വളരെ ഹർദീപ് പുരി ആരാണ്? ഒരു വിദേശകാര്യ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 2014 BJPയിൽ ചേരുന്നത്. ഈ 2014 ശേഷം ഹർദീപ് പുരിയും എപ്സ്റ്റീനും തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്.
ഇതൊന്നും പാർലമെൻറ്റിൽ ഉന്നയിച്ചപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറല്ല. ഇതൊന്നും ശരിയല്ല എന്ന് ആദ്യമേ വിദേശകാര്യ വകുപ്പ് പ്രതികരിച്ചെങ്കിലും വളരെ വ്യക്തമായ പല വിവരങ്ങളും പുറത്തു വരുമ്പോഴും അതിനോടെല്ലാം അതൊന്നും കൃത്യമായി ഖണ്ഡിക്കാനൊന്നും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് ഇവർ തയ്യാറാവുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് പല കാര്യങ്ങളും മൂടി വയ്ക്കാനുണ്ട്. അത് നമ്മുടെ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ബിസിനസ് നേതാക്കൾക്കുമുണ്ട്. ഈ അത്യന്തം ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഈ ജെഫ്രി എപ്സ്റ്റീനുമായി ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ബിസിനസ്സുകാർക്കും ഉള്ള ബന്ധം എന്താണെന്നറിയാൻ ഇന്ത്യൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അമേരിക്കയിലെ നീതിന്യായ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കുറേ വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ട് അതിലേറെ വിവരങ്ങൾ മൂടി വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് കേവലം ഒരു വ്യക്തിയുടെ കുറ്റകൃത്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല. സാമ്പത്തിക ഇടപാടുകൾ, വൻകിട ബാങ്കുകൾ ഇടപെട്ട ഇടപാടുകൾ, പല ബിസിനസ് ഡീലുകൾക്കും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലും ബിസിനസ് ഇടപാടുകളിലുമൊക്കെ ജെഫ്രി എപ്സ്റ്റീൻ മധ്യസ്ഥത വഹിച്ചതായി പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സവിശേഷമായ അധികാരവുമില്ലാതിരുന്നൊരു വ്യക്തി എങ്ങനെയാണ് ഇത്തരം ഇടപാടുകളിൽ പങ്കാളിയായതെന്നും അതിന് മധ്യസ്ഥം വഹിക്കാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയതെന്നും അദ്ദേഹം അത് രഹസ്യമായി പകർത്തിയ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പല നേതാക്കളെയും ബ്ലാക്ക് മെയിൽ ചെയ്തതായും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിൽ തന്നെ രാജകുടുംബാംഗമായ അവിടുത്തെ രാജാവിൻ്റെ സഹോദരൻ അറസ്റ്റിലായി. ഇങ്ങനെ പ്രമുഖ വ്യക്തികൾ, അവിടുത്തെ പല നേതാക്കളും രാജിവെക്കേണ്ടി വന്നു. UAE പ്രമുഖനായ ഒരു വ്യവസായിക്കും അവിടുത്തെ പ്രധാന സ്ഥാനങ്ങളെല്ലാം നഷ്ടമായി. ഇങ്ങനെ പല രാജ്യങ്ങളിലും എപ്സ്റ്റീൻ ഫയൽസിൻ്റെ പ്രതിഫലനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികൾക്ക് ഇതുമായിട്ടുള്ള എന്താണ് ബന്ധമെന്ന് പുറത്തു വരേണ്ടത് നമ്മുടെയും ഇന്ത്യൻ ജനതയുടെയും ഒരു അവകാശമാണ്. അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സമീപനമാണെന്ന് മാത്രം നമുക്ക് പറയേണ്ടി വരുന്നു.